ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു Englu. എല്ലാവർക്കും സുഖമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഇംഗ്ലീഷ് ക്ലാസ്സുകളൊക്കെ എല്ലാവരും കാണാറുണ്ടാകും. കൃത്യമായി നമ്മൾ ക്ലാസ്സുകൾ വാച്ച് ചെയ്യുകയും പ്രാക്ടീസ് ചെയ്യുകയുമാണെങ്കിൽ കുറച്ചുകൂടെ കഴിയുമ്പോഴേക്ക് നമുക്ക് നന്നായി ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും. നമ്മൾ നന്നായി ഇംഗ്ലീഷ് ഹാൻഡിൽ ചെയ്യുന്ന രൂപത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടാവും, ഉറങ്ങിയിട്ടുണ്ടാവും, കഴിഞ്ഞിട്ടുണ്ടാകും. ഇങ്ങനെ ഫ്യൂച്ചറിൽ ഉണ്ടാകും, ആ സമയമാകുമ്പോഴേക്ക് ഉണ്ടാകും, മീറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ടാകും, പാടിയിട്ടുണ്ടാകും, ട്രെയിൻ പോയിട്ടുണ്ടാകും. ഇങ്ങനെയുള്ള വാക്കുകളെ അതല്ലെങ്കിൽ സെൻറ്റൻസുകളെ എങ്ങനെ പറയാമെന്നതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ക്ലാസ്സുകൾ കാണാത്തവർ നിർബന്ധമായും ആ ക്ലാസ്സുകൾ കണ്ടതിന് ശേഷം പുതിയ ക്ലാസ് കേൾക്കുന്നതായിരിക്കും നല്ലത്. ഹാബിച്വൽ ആക്ഷൻസ് ഞാൻ എല്ലാ ദിവസവും ചെയ്യാറുണ്ട്. ഇന്ന് സ്പെഷ്യലി ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത്, ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത്, കഴിഞ്ഞ വർഷം കഴിഞ്ഞ മാസം അത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത്, ഐ സ്ലപ്റ്റ്, ഐ സ്ലീപ്പ്, അങ്ങനെയൊക്കെ. ഐ സ്ലീപ്പ് ഞാൻ ഉറങ്ങാറുണ്ട്, ഐ സ്ലപ്റ്റ് ഞാൻ ഉറങ്ങി, ഐ ആം സ്ലീപ്പിംഗ് നൗ ഞാനിപ്പോൾ ഉറങ്ങുകയാണ്, ഐ വിൽ സ്ലീപ്പ് ഞാൻ ഉറങ്ങും, ഐ വാസ് സ്ലീപ്പിംഗ് ഞാൻ ഉറങ്ങുകയായിരുന്നു, ഐ ഹാഡ് സ്ലപ്റ്റ് ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇംഗ്ലീഷിൽ പറയുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ചർച്ച ചെയ്തിട്ടുണ്ട്. സോ നമ്മളെല്ലാവരും അത്തരം കാര്യങ്ങളിൽ കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ഒന്നുകൂടെ വീഡിയോ വാച്ച് ചെയ്ത് ശേഷം നമ്മുടെ പുതിയ വീഡിയോസ് കാണുന്നതായിരിക്കും, ക്ലാസ്സുകൾ കാണുന്നതായിരിക്കും നല്ലത്. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിലോ അതല്ലെങ്കിൽ ഇൻസ്റ്റയിലോ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഒന്നുകിൽ കമൻറ്റ് ചെയ്യാം, ഡയറക്റ്റ് ഇംഗ്ലു എന്ന ഇൻസ്റ്റയിലും നിങ്ങൾക്ക് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം. എനിവേ, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ടാവും, പോയിട്ടുണ്ടാവും, ഇങ്ങനെ ഫ്യൂച്ചറിൽ ഉണ്ടാവും എന്ന് നമ്മൾ പറയുന്ന ഒരു സാധ്യത വെച്ചുകൊണ്ട് നമ്മൾ പറയുമല്ലോ, നിങ്ങളവിടെ വരുമ്പോഴേക്കും ഞാൻ അവിടുന്ന് പോയിട്ടുണ്ടാകും, നീ നാളെ വരുമ്പോൾ ഞാൻ ഉറങ്ങിയിട്ടുണ്ടാകും, ചിലപ്പോൾ കാണാൻ പറ്റിക്കൊള്ളണമെന്നില്ല, അതുകൊണ്ട് വരേണ്ടതില്ല എന്നൊക്കെ പറയില്ലേ. അങ്ങനെയുള്ള കാര്യങ്ങളെ പറയുന്നതാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഞാൻ ഉറങ്ങുകയായിരിക്കും, പറയുകയായിരിക്കും, പാടുകയായിരിക്കും, ഇത്തരം കാര്യങ്ങളാണ്. ഐ വിൽ ബി സ്ലീപ്പിംഗ്, വിൽ ബി ആണ് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തത്. വിൽ പ്ലസ് ബി പ്ലസ് verb പ്ലസ് ing, will be, sleep ing, sleeping, work ing, working. ഓക്കെ, ഐ വിൽ ബി വർക്കിംഗ്, നീ വരുമ്പോൾ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ വർക്ക് ഞാൻ വർക്ക് ചെയ്യുകയായിരിക്കും. ഇങ്ങനെയാണ് വിൽ ബി പ്ലസ് verb പ്ലസ് ing ഫോം ഓഫ് verb. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നലെ പഠിച്ചത്. ഇന്ന് നമ്മൾ അതിൻ്റെ മറ്റൊരു കോണ്ടെക്സ്റ്റ് ആണ് പഠിക്കുന്നത്. എങ്ങനെയാണ് ഇതൊക്കെ പറയുന്നത്? ഞാൻ പൂർത്തീകരിച്ചിട്ടുണ്ടാകും, അടുത്ത വർഷം മാർച്ചിൽ ഞാൻ ഡിഗ്രി പൂർത്തീകരിച്ചിട്ടുണ്ടാകും, 2024 ഞാൻ PhD പൂർത്തീകരിച്ചിട്ടുണ്ടാകും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെ പറയാമെന്നതാണ് നമ്മുടെ ഇന്നത്തെ ചർച്ച. എങ്ങനെ പറയുമെന്നത് വളരെ സിമ്പിളാണ്. ഞാൻ ചെയ്യുമെന്നത് എങ്ങനെയായിരുന്നു നമ്മൾ പറഞ്ഞത്? ഐ വിൽ ഫിനിഷ്, ഞാൻ പൂർത്തീകരിക്കും. ഐ വിൽ ഫിനിഷ് മൈ PhD ബൈ 2024. ഐ വിൽ ഫിനിഷ് മൈ ഡിഗ്രി ബൈ നെക്സ്റ്റ് മാർച്ച്. ഞാൻ എൻ്റെ ഡിഗ്രി പൂർത്തീകരിക്കും അടുത്ത മാർച്ചോടുകൂടി. 2024 ഞാൻ എൻ്റെ PhD പൂർത്തീകരിക്കും. നാളെ വൈകുന്നേരത്തോടെ ഞാൻ എൻ്റെ വർക്ക് പൂർത്തീകരിക്കും. ഒരുപാട് നാളായിട്ട് കോൺട്രാക്റ്റ് എടുത്തൊരു വർക്കാണിത്. നാളെ വൈകുന്നേരത്തോടെ ഞാനത് പൂർത്തീകരിക്കും.
I will finish my work by tomorrow. Or I will finish my work by the evening tomorrow. Or by tomorrow evening. ഓക്കെ. എന്നാൽ ഇനി നമുക്ക് അതിൽ കുറച്ചുകൂടെ മാറ്റങ്ങൾ വരുത്തി പൂർത്തീകരിച്ചിട്ടുണ്ടാകും. കുറച്ചുകൂടെ ഒരു ഫ്യൂച്ചറിൽ വരുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് വില്ലിലേക്ക്, ഐ വിൽ എന്ന് നമ്മൾ പറഞ്ഞല്ലോ, വിൽ പ്ലസ് ഹാവ്. വിൽ പ്ലസ് ഹാവ്. നോർമലി ഹാവോ അല്ലെങ്കിൽ ഹാസോ ഒക്കെ വന്നാൽ പിന്നീട് വരുന്ന വേർബ് അതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമിലായിരിക്കും. നമ്മൾ ഒരുപാട് ഉദാഹരണങ്ങളിലൂടെ അത് പഠിച്ചതാണ്. വിൽ ഹാവ് ഫിനിഷ് എന്നത് എന്തായിരിക്കും? ഫിനിഷ്ഡ്. വിൽ ഹാവ് ഫിനിഷ്ഡ്. ഐ വിൽ ഹാവ് ഫിനിഷ്ഡ് മൈ വർക്ക് by the evening. I will have finished my work by the evening tomorrow. I will have completed my PhD in 2024. I will have finished my PhD in 2024. I will have finished my PhD in 2024. ഞാൻ 2024 എൻ്റെ PhD പൂർത്തീകരിച്ചിട്ടുണ്ടാവും. ഓക്കെ. അപ്പോൾ ഉദാഹരണങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. കുറച്ചുകൂടെ നമുക്ക് പറഞ്ഞു നോക്കാം. When we reach her home, she will have slept. നമ്മൾ അവളുടെ വീട്ടിലെത്തുമ്പോഴേക്കും അവൾ ഉറങ്ങിയിട്ടുണ്ടാവും. ഓക്കെ. When we reach the railway station, the train will have left the station. When we reach the railway station or when we get the railway station, the train will have left. നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പോഴേക്കും ട്രെയിൻ പോയിട്ടുണ്ടാകും. വി ആർ ലേറ്റ്. കുറച്ച് ലേറ്റാണ് നമ്മൾ. When we reach the railway station or when we get the railway station, the train will have left. നമ്മുടെ കൂട്ടുകാരന് നമ്മെ ഒന്ന് കാണണം. നമ്മളോട് സമയം ചോദിക്കുകയാണ്. എപ്പോഴാണ് വരേണ്ടത്? Is it all right if I come at about 8:30? No. Sorry, no. I will be attending the meeting. I will be attending the meeting. നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. I will be attending the meeting. ഓ, കൂട്ടുകാരൻ പറഞ്ഞു അപ്പോൾ. ഓ. Then what about 9:30? What about 9:30? Yeah, it is nice. The meeting will have finished then. The meeting will have finished then. അപ്പോഴേക്കും മീറ്റിംഗ് ഫിനിഷ് ആയിട്ടുണ്ടാവും. സോ യു മേ കം. ഓക്കെ. അപ്പോൾ ഈ കോണ്ടക്സ്റ്റ് മനസ്സിലായല്ലോ. കൂടുതൽ ഉദാഹരണങ്ങൾ പറഞ്ഞും പരിശീലിച്ചുമൊക്കെ എപ്പോഴും പറയാറുള്ള പോലെ be more fluent, more confident. Okay. All the very best. Thank you. Bye bye. Take care.